വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് ഇത്രയും ധാർഷ്ട്യം ഉണ്ടായത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ കർണാടക ലോബിയുടെ സകല ആശീർവാദവും അനുഗ്രഹവും ഉള്ളത് കൊണ്ടാണ് വി ഡി സതീശൻ ഇന്ന് കാണുന്ന രീതിയിൽ കുന്തളിക്കുന്നത്. ഇന്ന് നിയമസഭയിൽ സകലതും പാളി ഇവന്മാർ ബഹളം വെച്ച് പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളെ കണ്ട മാധ്യമങ്ങൾക്ക് കൊടുത്ത ആ ബൈറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇയാളുടെ ശരീരഭാഷയും അതുപോലെ മറ്റു നേതാക്കന്മാരെ ഇയാൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇയാളുടെ അഹങ്കാരവും എല്ലാം അയാളുടെ ശരീരഭാഷയിലും ആ വർത്തമാനത്തിലുമെല്ലാം ഉണ്ട്. ഒരുപക്ഷെ ജനങ്ങൾ ചിന്തിച്ചേക്കാം, രമേശ് ചെന്നിത്തലയെ പോലെയുള്ള മുതിർന്ന നേതാവ്, അതുപോലെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, മറ്റ് മുതിർന്ന MLA മാരെല്ലാം ഓസ്ഥാനിച്ചാണ് ഇന്ന് ഈ കേക്കച്ചന്റെ അടുത്ത് നിൽക്കുന്നത്. വെറും വാളിയായി നടന്ന, ഇവരൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതിരുന്ന ഈ വി ഡി സതീശന് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ബൂം ഉണ്ടാകുകയും ഇയാൾക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടുകയും ഇയാളെ ബാക്കിയുള്ളവർ അനുസരിക്കുകയും ചെയ്യുന്നത് എന്നതിൻ്റെ ഉത്തരമാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞത്. ഈ കർണാടക ലോബി പിടിമുറക്കി ഇപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് ഇല്ല. ഇപ്പോൾ ഉള്ളത് ഒരേ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് കർണാടകയിലെ ഈ കനിമാഫിയകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരുടെ കേരളത്തിലെ എക്സിക്യൂട്ടറാണ് വി ഡി സതീശൻ. ഇവിടെ KPCC തകർത്തു, KPCCക്ക് അധ്യക്ഷൻ ഇല്ലാതാക്കി, യുവനേതാക്കന്മാരെ ഇല്ലാതാക്കി, വെറും മരവാഴകൾ. ഇന്ന് നിയമസഭയുടെ മുന്നിൽ മറ്റേ ഈ ഓച്ചിറക്കാളുകളെ കെട്ടിക്കൊണ്ട് വെച്ചേക്കുന്ന പോലെ ഇവന്മാർ കതറുമൊക്കെ ഇട്ട് നിന്ന് ഇവന്മാർ ഇതാ വലിയ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുന്നത് കാണുമ്പം തന്നെ മനസ്സിലാക്കുക എത്രയൊരു ഗതികേടിലാണ് ഈ പ്രസ്ഥാനം. നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആ യുവ നേതാക്കന്മാരൊന്നും അവിടെ ഇല്ല. എത്ര ധിക്കാരത്തോടെ, എത്ര ധാർഷ്ട്യത്തോടെയാണ് ഇയാൾ തൻ്റെ കൂടെയുള്ളവരെ സംസാരിക്കുന്നത്, ഇടപെടുന്നത് ഒന്ന് കാണണമെങ്കിൽ കഴിഞ്ഞ ദിവസം സിമി റോസ്ബെല്ലുമായിട്ടുള്ള ഞങ്ങളുടെ അഭിമുഖത്തിൽ അവർ പറഞ്ഞിരുന്നു, ആത്മാഭിമാനമുള്ള ഒരൊറ്റ ഒരാൾക്ക് പോലും ഇയാളുടെ അടുത്ത് നിൽക്കാൻ പോലും സാധിക്കത്തില്ല. കാരണം അത്രയും മ്ലേച്ഛമായ, മൃഗീയമായ, വളരെ പരുഷമായ രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നതും ഇടപെടുകയും ചെയ്യുന്നത്. വെറും തൊട്ടി സ്വഭാവം. ഒരു മീൻ ചന്തയിൽ ഒരു 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 അറവുകാരൻ എങ്ങനെയാണോ അത്രയും സംസ്കാരം പോലും ഇല്ലാത്ത രീതിയിലാണ് ഇയാൾ നേതാക്കന്മാരെയും അനുയായികളെയും ഡീല് ചെയ്യുന്നതും ഇടപെടുന്നതും. ഇയാൾ ഒരു തമ്പ്രാനും ബാക്കിയാരെല്ലാം അടിയാളന്മാരും എന്ന രീതിയിലാണ് ഇയാൾ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാഭിമാനമുള്ള ഒരാൾക്ക് പോലും ഇയാളോടൊപ്പം നിൽക്കാൻ സാധിക്കത്തില്ല എന്നവർ പറഞ്ഞിരുന്നു. അതെത്ര സത്യമാണെന്ന് നമുക്കിന്ന് രാവിലത്തെ യുവമാരുടെ നാടകം കണ്ടാൽ മനസ്സിലാകും. യാതൊരു പ്രിപ്പറേഷനോ ഡോക്യുമെന്റൽ സപ്പോർട്ടോ ഒന്നുമില്ലാതെ നിയമസഭയിൽ പോയി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് യുവമാർ ഉത്തരം മുട്ടി എല്ലാം പാളുന്നറിയുമ്പോൾ നിയമസഭ വിട്ട് പുറത്തേക്ക് വരുന്നു. അന്നേരം അവിടെ നാടകം നടത്തുവാൻ കാലേക്കൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റും കണ്ടന്റും ഒക്കെ PR ഏജൻസികൾ കൊടുത്തുവിട്ട ആ സ്ക്രിപ്റ്റ് ആരുടെയോ കയ്യിൽ ഇയാൾ ഏൽപ്പിച്ചിരുന്നു. സമയമായപ്പോൾ അയാൾ മാറിക്കളഞ്ഞു. അങ്ങനെ PR ഏജൻസി എഴുതി കൊടുത്തുവിട്ട ആ സ്ക്രിപ്റ്റും ആ ഡയലോഗുകളും ഒക്കെ തൻ്റെ അനുയായിയെ വിളിച്ചപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മൈക്ക് ഓണാണ് എന്ന് പോലും ഇയാൾ കരുതാതെ, ചിന്തിക്കാതെ ഇയാൾ അവിടെ നിന്ന് അയാളുടെ സ്വതസിദ്ധമായ ഭാഷയിൽ ആ നേതാക്കന്മാരെ അവഹേളിക്കുന്നതൊന്ന് കണ്ട ശേഷം എത്രയും വേഗം നമുക്ക് മടങ്ങി വരാം. വളരെ സുപ്രധാനമായ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യുവാനുണ്ട്. ഇനി ആ ദൃശ്യങ്ങളിലേക്ക്. ആ ഒരു പേപ്പർ തരാൻ പറയാനുണ്ട്. കൊടുത്തപ്പോ എന്റെ തരണമെന്ന് പറഞ്ഞുള്ള ഇവനൊക്കെ വായി നോക്കിയാണ്. മഹാഭാരത യുദ്ധത്തിൽ ശിഖണ്ഡിയും മുൻനിർത്തി യുദ്ധം ചെയ്യുന്ന പോലെ ഒരു സെക്കൻഡ് ആ ഒരു പേപ്പർ തരാൻ പറയാനുണ്ട്. കൊടുത്തപ്പോ എന്റെ തരണമെന്ന് പറഞ്ഞുള്ള ഇവനൊക്കെ വായി നോക്കിയാണ്. മഹാഭാരത യുദ്ധത്തിൽ ശിഖണ്ഡിയും മുൻനിർത്തി യുദ്ധം ചെയ്യുന്ന പോലെ ഒരു സെക്കൻഡ് കണ്ടല്ലോ. ഇതാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്. പലരും ഓർക്കും ഞങ്ങൾക്ക് ഇദ്ദേഹത്തോട് എന്തോ വ്യക്തിവൈരാഗ്യമുണ്ട്, ഇദ്ദേഹത്തോട് ഉള്ള ആ കലിപ്പ് കൊണ്ടാണ് ഇദ്ദേഹത്തെ ഞങ്ങൾ ഇപ്രകാരം ആക്രമിക്കുന്നത് എന്ന് പലരും തോന്നിയേക്കാം. കേക്കച്ചന്റെ സൈബർ ടീം അപ്രകാരം ഒരു പ്രൊപ്പഗണ്ട പടച്ചുവിടുന്നുണ്ട്. പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ വ്യക്തിയോട് ഞങ്ങൾക്ക് യാതൊരുവിധ വ്യക്തിവൈരാഗ്യവുമില്ല. കാരണം ഇദ്ദേഹത്തോടൊരു വ്യക്തിവൈരാഗ്യം വെക്കേണ്ടുന്നതായ യാതൊരു ഇടപാടോ മറ്റു കച്ചവടമോ മറ്റുള്ള എന്തെങ്കിലും വ്യക്തി താല്പര്യമോ ഒന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ
ഇദ്ദേഹത്തോട് ഒരു പ്രത്യേക സ്നേഹം കാണിക്കേണ്ടതായോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈരാഗ്യം കാണിക്കേണ്ടതായോ യാതൊരു ആവശ്യവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ തുറന്നു കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയുടെ കപടത. ഈ വ്യക്തിയുടെ കപടത നമ്മൾ ജനങ്ങളുടെ മുന്നിൽ ഇതുപോലെ തുറന്നു കാണിക്കുവാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തെ യാതൊരു കാരണവശാലും എടുക്കുവാൻ പാടില്ല. കർണാടക ലോബിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അത്ര വലിയ ഗ്രാഹ്യവുമില്ല, താല്പര്യവുമില്ല. എന്നാൽ ഇയാൾ ആ കർണാടക ലോബിയോട് പറഞ്ഞിരിക്കുന്നത് ഈ രാഹുലിനെ എടുക്കുവാൻ പാടില്ല, ഇവനെ വളർത്തിക്കൊണ്ടുവന്നാൽ ഇവനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാരയാകും, നമ്മളുടെ പല പദ്ധതികളും ഇവിടെ നടക്കില്ല, ഭരണം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഖനിമാഫിയകൾ, കർണാടക മാഫിയകൾ വലിയ തരത്തിലുള്ള ടൂറിസം മേഖലയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഇവർ വളരെ വലിയ നിക്ഷേപം ഇവിടെ പല ബിനാമി പേരുകളിലും ഓൾറെഡി നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അവർ വളരെ വലിയ പദ്ധതികളും വിഴിഞ്ഞം തുറമുഖവുമായി അതുമായി ബന്ധപ്പെട്ട ആ മേഖലകളിൽ ആയിരക്കണക്കിന് ഏക്കറുകൾ ഇവർ പ്രൊക്യൂർ ചെയ്യുവാനുള്ള ശ്രമങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ അദാനിയുമായി ബന്ധപ്പെട്ട് ഇവർ വലിയ ജോയിന്റ് വെഞ്ചറുകൾ പദ്ധതികൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്രകാരം പദ്ധതികൾ നടപ്പാകണമെങ്കിൽ, പാളയത്തിൽ പടം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ യുവനേതാക്കന്മാർ ഇല്ലാതിരിക്കണം. പ്രത്യേകിച്ച് രാഹുലിനെ പോലെയുള്ള ഈ നേതാക്കന്മാരുണ്ടെങ്കിൽ ഇത്തരം കള്ളക്കമ്പട്ടങ്ങൾക്ക് കുടപിടിക്കില്ല, എതിർക്കപ്പെടും. അതുകൊണ്ട് ഇവനെയൊക്കെ മുളയിലെ നുള്ളിക്കളയണം, നിയമസഭയിൽ പോലും ഇവൻ വരാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്രകാരം ഒരു ആരോപണം ഉന്നയിച്ച് രാഹുലിനെ തീർക്കുവാൻ നോക്കിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ പിന്നിൽ വർഷത്തെ വളരെ വലിയ പ്രയത്നങ്ങളും പ്ലാനിങ്ങും ഉണ്ട്. വലിയ ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടത്തിയിട്ടുണ്ട്. ആ ഗൂഢാലോചന നടത്തിയാണ് ഇദ്ദേഹത്തിനെതിരെ ഇപ്രകാരം ഒരു ആരോപണം നടത്തിയത്. ഈ ആരോപണം കൊണ്ട് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുമെന്നും, അയാൾക്ക് വേണ്ടി ഇത്രയും ജനരോക്ഷം ഉയരുമെന്നും, രാഹുലിന് വേണ്ടി ഇത്രയും മുറവിളി ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഉണ്ടാകുമെന്നും, ഇത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സ്വാഭാവികമായ മരണമടയുമെന്ന് കരുതിയ ഈ വിഷയം ഇപ്പോഴും ആളിക്കത്തി നിൽക്കുന്നുവെങ്കിൽ ഇവന്മാർ ഭയക്കുന്നു. ഇത്രയും ജനഹൃദയങ്ങളിലായ ഒരു നേതാവ്, ഇവനെതിരെ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും തീർക്കുവാൻ നോക്കിയിട്ടും ഇവൻ ഇപ്പോഴും ഇതേ പദവിയിൽ പൂർവാധികം ശക്തമായി പഴയതിലും പ്രതാപത്തോടെ തിരികെ എത്തുകയും ജനഹൃദയങ്ങളിൽ ചേക്കേറുകയും സജീവമായി ഇടപെടുകയും ചെയ്യുന്നുവെങ്കിൽ, ഇവനെ ഒതുക്കിയില്ലെങ്കിൽ, ഇവനെ വളർത്തിവിട്ടാൽ തങ്ങളുടെ മുകളിൽ വരും എന്ന് ഭയന്ന് മാത്രമാണ് ഇവർ ഇപ്രകാരം ഒരു നടപടി ഉറച്ചു നിൽക്കുന്നത്. എന്തു വന്നാലും ഏതു വന്നാലും തൻ്റെ ആ നാറിയ നിലപാട് എന്ന പേരിൽ ഇയാൾ ഉറച്ചു നിൽക്കും എന്നാണ് ഈ കർണാടക ലോബിക്ക് നൽകിയ വിവരം. എന്നാൽ കേരളത്തിൽ നിന്നുള്ള പല പ്രമുഖ നേതാക്കന്മാരും പലരും ഇവരോട് പറഞ്ഞു, ഇത് അപകടകരമാണ്, രാഹുലിനെ നിങ്ങൾ ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോയാൽ, അവനെ നശിപ്പിച്ചു കളയുവാൻ ശ്രമിച്ചാൽ അത് പാർട്ടിക്ക് വളരെ വലിയ ദോഷം ചെയ്യും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും അത് പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കും, ആഘാതം ഉണ്ടാക്കും. അതുകൊണ്ട് അവനെ നശിപ്പിച്ചു കളയരുത്, അവനെ ചേർത്ത് നിർത്തുക എന്ന ഉപദേശം കൊടുത്തിട്ടും ഈ വൃത്തികെട്ടവന്റെ, ഈ കേക്കച്ചൻ എന്ന് പറയുന്ന, നമ്മൾ അല്പം മുമ്പ് സഹപ്രവർത്തകരെ ഉപയോഗിക്കുന്ന ഭാഷ നമ്മൾ കേട്ടു. ഈ അല്പന്റെ, ഈ സ്വാർത്ഥമതിയുടെ, ഇയാളുടെ ഒരൊറ്റ സ്റ്റാൻഡ് കൊണ്ടാണ് രാഹുലിനെ ഇപ്പോഴും തിരികെ എടുക്കാത്തത് എന്ന് ജനങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. അതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. കർണാടക ലോബിയുടെ അവിടെ നിർദ്ദേശപ്രകാരം ഇവിടെ അവർക്ക് പറ്റാവുന്ന തരത്തിലുള്ള ഒരു അനുകൂല കാലാവസ്ഥ ഉണ്ടാക്കുകയും ഒരു സിസ്റ്റം ഇൻ പ്ലേസ് ആക്കുകയും ചെയ്യുന്ന ആ സിസ്റ്റം പ്ലേസിംഗ് ടൈമാണിപ്പോൾ. അതിനായി കർണാടകത്തിൽ നിന്നുള്ള ഒരു സംഘം ആളുകളെ ഇവിടേക്ക് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ എന്ന പേരിൽ, സുനിൽ കനഗോലുവിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ ടീം എന്ന പേരിൽ നിരവധി പേരെ ഇവിടേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മുന്നോടിയായി കെ സുധാകരൻ എന്ന നേതാവിനെ ഇവർ നീക്കം ചെയ്തു. ഒരു മരമാഴെ, ഒരു അരമനക്കുണ്ടനെ, ഒരു കാര്യപ്രാപ്തിയില്ലാത്തവനെ, ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഒരുവനെ കൊണ്ട് KPCC അധ്യക്ഷ സ്ഥാനത്തിരുത്തി KPCCയെ വന്ധ്യംകരിച്ചു. ഇവിടെ ശേഷിയുള്ളവന്മാർ ഒന്നും പാടില്ല എന്നാണ് കർണാടക ഗോസായിമാരുടെ നിർദ്ദേശം. അങ്ങനെ ശേഷിയുള്ള കാര്യപ്രാപ്തിയുള്ള ആണുങ്ങളെയെല്ലാം വന്ധീകരിച്ച് ഷണ്ടന്മാരുടെ ഒരു കൂട്ടായ്മ, ഒരു പട ഉണ്ടാക്കി അങ്ങനെ ഷണ്ടീകരിച്ച ഒരു ടീമിലേക്ക് കാശുള്ള, ഐഡിയയുള്ള കർണാടക മാഫിയകൾ, ഖനി മുതലാളിമാർ ഇവിടെ എത്തും. പണം കൊടുത്താൽ ഇവന്മാർ
മുച്ചൂടും മുടിപ്പിക്കും അടിച്ചു കൊണ്ടുപോകും. 2011 പറ്റിയതുപോലെ പണമെല്ലാം ഈ കേക്കച്ചൻ എന്ന് പറയുന്ന കള്ളനും സംഘവും അടിച്ചു കൊണ്ടുപോകുന്നു പേടിച്ചാണ് ഇവിടെ ഏറ്റവും വിശ്വസ്തനായ രമേശ് കുമാറിന്റെ, കർണാടക മുൻ സ്പീക്കറും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ രമേശ് കുമാറിന്റെ മകൻ ഹർഷകനാഥത്തെ KPCC വാർ റൂമിന്റെ ചെയർമാനായി നിയമിച്ചത്. നിങ്ങൾ ഓർക്കുക, ഒരു സംസ്ഥാനത്ത് ഇവിടെ ഇത്രയും കാലം ഈ പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും ഒഴുക്കിയ മിടുമിടുക്കന്മാരായ യുവനേതാക്കന്മാർ ഇവിടെയുള്ളപ്പോൾ സകല വിഷയത്തിലും പ്രാവീണ്യമുള്ള ഡിജിറ്റൽ മേഖലയിലും അതുപോലെ മാധ്യമ മേഖലയിലും സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്, പ്രിന്റ്, വിഷ്വൽ, ഔട്ട്ഡോർ, ഡിജിറ്റൽ മേഖലകളിലാണേലും ഇവന്റ് മേഖലകളിലാണേലും വളരെയേറെ പ്രാവീണ്യമുള്ള പല നേതാക്കന്മാരും ഇതിനകത്തുണ്ടെങ്കിൽ പോലും അവരെ ഒന്നും അടുപ്പിക്കാതെ അവർക്ക് ആ വാർ റൂമിൽ പോലും കയറാൻ സാധ്യമല്ല. കാരണം തമ്പ് ഇംപ്രഷൻ വെച്ച് അതിൻ്റെ നിയന്ത്രണം പോലും നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ്. അവർ നൽകുന്ന ഫോണും ലാപ്ടോപ്പുകളും മാത്രം ഉപയോഗിച്ച് പൂർണ്ണമായും ഈ കർണാടക ലോബിയുടെ നിയന്ത്രണത്തിൽ വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനങ്ങൾ ഇവർ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. കേരളത്തിലുള്ളവർ വെറും കാഴ്ചക്കാരെ നിന്നുകൊള്ളണം, വെറും ഡമ്മികളായി നിന്നുകൊള്ളണം, ഇവർ പറയുന്നത് അനുസരിക്കണം, ഇവർ പറയുന്ന ഇവരുടെ കയ്യിൽ ഒതുങ്ങുന്നവന്മാരാണ് എന്ന് അവരുടെ ടീമിന് അവരുടെ സ്ക്രീനിങ്ങിൽ പാസ്സായാൽ ചിലപ്പോൾ മത്സരിക്കുവാൻ അവസരം കിട്ടിയേക്കാം. ഇവന്മാർ അദാനി ഉൾപ്പെടെയുള്ള വമ്പൻ ടീമുകളുമായി ഓൾറെഡി ബന്ധമുണ്ടാക്കി കഴിഞ്ഞു, ഡീലുകൾ ഉറപ്പാക്കി കഴിഞ്ഞു. ഞങ്ങൾ അധികാരത്തിൽ വരും, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മൊത്തം തീരെഴുതി തരും, നമുക്ക് ഇപ്രകാരമുള്ള ബിസിനസ് ഡീലുകൾ, സ്പെഷ്യൽ എക്കണോമിക് സോണുകളിൽ ഇന്ന കച്ചവടങ്ങൾ, പോർട്ടും എയർപോർട്ടും സീപോർട്ടും എയർപോർട്ടും ഇവരുടെ ആധിപത്യത്തിലായി കഴിഞ്ഞു. അവിടെ നടത്താവുന്ന ഈ ഖനി മുതലാളിമാർക്കും ഈ ആയുധ കച്ചവടന്മാർക്കും ഈ മയക്കുമരുന്ന് കച്ചവടന്മാർക്കും നടത്താവുന്ന കച്ചവടങ്ങളും ബിസിനസ്സുകളുടെയും എല്ലാം ഒരു താവളവും ഹബ്ബുമാക്കി കേരളത്തെ ഇവന്മാർ മാറ്റും. ആ പദ്ധതിയുടെ ഭാഗമായിയാണ് ഇവന്മാർ ഇത്തരത്തിലുള്ള വമ്പൻ മാഫിയകളുമായി സഹകരിച്ച് അവർക്ക് വേണ്ടി ഈ ഭരണം പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇവിടുത്തെ സാധാരണക്കാരായ മിടുക്കന്മാരായ ഈ നാടിനെ സ്നേഹിക്കുന്ന നേതാക്കന്മാരെ ഇല്ലാതാക്കി ഈ കർണാടക ലോബി ആഗ്രഹിക്കുന്ന അവന്മാരുടെ ചട്ടുകമായ ആളുകളെ ഇവിടെ നിയമിക്കുവാൻ, ഇവരെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് രാഹുലിനെ തിരികെ എടുക്കണമെങ്കിൽ പോലും എടുക്കാമായിരുന്ന ഒരു അവസരമായിരുന്നു ഇത്. ഈ അവസരത്തിൽ പോലും ഈ ഒരു കടുംപിടുത്തം, എന്തൊക്കെ സംഭവിച്ചാലും രാഹുലിനെ തിരികെ എടുക്കില്ല, രാഹുലിനെ തിരികെ എടുത്ത പദവികൾ നൽകില്ല, നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെയെങ്കിലും ഇവനെ പുറത്തു നിർത്തും, അപ്രകാരം മനമെടുത്ത് ഇവൻ സ്വയം ഇല്ലാതാകും, പുറത്തു പോകണം, അങ്ങനെ ഇല്ലാതാക്കണം എന്ന ഒരു ലക്ഷ്യത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഈ വിവാദം കഴിഞ്ഞാൽ ITV ന്യൂസ് പ്രേക്ഷകരെ എല്ലാം ഒരു കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു. ഈ സമയം ഈ വിവാദം ഉണ്ടാകുമ്പോൾ വീണ്ടും രാഹുലിനെതിരെ ഈ വിഷയം പരിഹരിക്കപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ കേക്കച്ചന്റെ കൂടി ആവശ്യമാണ്. ഈ സ്വർണ്ണപ്പാളി വിവാദം ഇത് ഇടതുപക്ഷത്തിന്റെ ഒരു കൈപ്പിഴ കൊണ്ട്, ഈ ആഗോള അയ്യപ്പ സംഗമം എന്നൊരു പരിപാടി നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇപ്രകാരം അതിനിടയിൽ ഈ ഒരു വിഷയം എങ്ങനെയോ കത്തിക്കേറി വന്നത്. ഇത് ഇൻഡെപ്തിലേക്ക് പോയാൽ ഈ ശബരിമല അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് കൊള്ളയുമായി ബന്ധപ്പെട്ട ഇൻഡെപ്ത് ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇവന്മാർ രണ്ടു കൂട്ടരും അടിപടലം പെടും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇതിനെ ഒരു പൊളിറ്റിക്കൽ ഒരു ഇഷ്യൂ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വാക്പയറ്റും വ്യക്തിഹത്യയും നടത്തി ഇതൊരാഴ്ച കഴിയുമ്പം പതുക്കെ കെട്ടടങ്ങാനുള്ള ഒരു സംയോജിത പരിപാടിയാണ് ഇവന്മാർ നടത്തുന്നത്. അതുകൊണ്ടാണ് നിയമസഭയുടെ രേഖകളിൽ ഇവർ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് നിയമസഭയിൽ ഒരു വിഷയം ഉന്നയിക്കാൻ പോകുമ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രിപ്പറേഷനോ തയ്യാറെടുപ്പോ ഇല്ലാതെ ചന്തയ്ക്ക് പോകുന്നത് പോലെ എന്തൊക്കെയോ വിളിച്ച് വായി തോന്നിയത് പറഞ്ഞിട്ട് ഇയാൾ വരികയാണ്. സഭാരേഖകളിൽ കാലാകാലങ്ങളായാലും മാറ്റം വരാതെ അത് കിടക്കുവാൻ പാകത്തക്കിലുള്ള ഈടുറ്റ കാര്യങ്ങൾ സഭയിൽ ഇയാൾക്ക് അവതരിപ്പിക്കുവാൻ സാധിച്ചില്ല. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട അതിൻ്റെ നാൾവഴികൾ ക്രൊണോളജിക്കലി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് രേഖാമൂലം നിയമസഭയിൽ അഭിപ്രായം പറയുകയും സമർപ്പിക്കുകയും അതിനുള്ള സജഷനും അതിനൊരു പോംവഴി ഈ നടന്ന 2-3 കാര്യങ്ങൾ, ഒന്ന് ഗുരുതരമായ ഈ തീവട്ടിക്കൊള്ള ശബരിമലയിൽ എങ്ങനെ നടന്നു അതിനെക്കുറിച്ചുള്ള അന്വേഷണം, 2 ഈ കുറ്റക്കാരാരൊക്കെയാണ് എന്നുള്ളത്
മുകൾ മുതൽ താഴെത്തട്ട് വരെ ഇതിന് കുറ്റക്കാരായ ആളുകളെ കണ്ടെത്തണം. അത് ആരൊക്കെ എന്നുള്ള ഇതിനോടകം തന്നെ കൃത്യമായ തെളിവുകൾ വന്നിട്ടുണ്ട്, ആരൊക്കെയാണ് ഇതിനകത്ത് ഇടപെട്ടേക്കെന്നുള്ളത്. അത്തരം ഇവരുടെ കയ്യിലുള്ള ഡേറ്റാസും തെളിവുകളും വ്യക്തമായ രീതിയിൽ അത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പറ്റിയോ? ഇല്ല. അതുപോലെ തന്നെ ഇതൊരു ഇൻഡിക്കേറ്ററാക്കി ഇതുപോലെ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിരക്കണക്കിനുള്ള ക്ഷേത്രങ്ങളിൽ ഇതുപോലുള്ള നടന്നേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണം, ദേവസ്വങ്ങളുടെ കീഴിലിരിക്കുന്ന ക്ഷേത്രങ്ങളിലിരിക്കുന്ന എല്ലാ വിഗ്രഹങ്ങളും സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള ഇതുപോലുള്ള എല്ലാ വസ്തുവകകളും ഒന്ന് ഓഡിറ്റ് ചെയ്ത് അത് വീണ്ടും രജിസ്റ്ററുമായി ഒത്തുനോക്കി ക്വാണ്ടിഫൈ ചെയ്ത് അത് അവിടെ ഉണ്ട്, ഉള്ളത് സ്വർണമാണ്, അതല്ലെങ്കിൽ ആ വിഗ്രഹങ്ങളെല്ലാം പഞ്ചലോകമാണ്, അതുപോലെ സ്ട്രോങ് റൂമിലിരിക്കുന്ന ആ നിധികൾ അതല്ലെങ്കിൽ വസ്തുവകകൾ അസറ്റുകളെല്ലാം അത് അവിടെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പിക്കുവാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു വലിയ ഒരു ഓഡിറ്റിംഗ് നടത്തുവാനുള്ള ഒരു അനുമതി, അതല്ലെങ്കിൽ അങ്ങനെ ക്രിയാത്മകമായ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ആ വിഷയങ്ങളൊന്നും സഭയിൽ സംസാരിക്കാതെ പരാമർശിക്കാതെ വെറും വ്യക്തി പരാമർശങ്ങളുടെ പേരിൽ എന്നെ അങ്ങനെ കാണിച്ചു, എന്നെ ഇങ്ങനെ വിളിച്ചു, അവനെ കോക്കറി കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് സബ്സ്റ്റാൻഡേർഡ് കുറെ പദങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരാട്ടം നടത്തി നിയമസഭയുടെ പുറത്ത് വന്ന് ഇത് തന്നെ ആവർത്തിച്ച്, ഇന്ന് വൈകിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് തന്നെ ഇവന്മാർ ആവർത്തിച്ച് ഇങ്ങനെ ഈ ഛർദ്ദിച്ച ആ ഛർദിൽ തന്നെ വാരി തിന്നുന്ന ഒരു അവസ്ഥയാണ് ഇവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, വിശ്വാസികൾ ഉയർത്തെണീക്കുക, നിങ്ങൾ ഭഗവാന് സമർപ്പിച്ച, നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച നിങ്ങളുടെ ആ സംഭാവനകൾ, നിങ്ങളുടെ ആ കാണിക്ക, അതല്ലെങ്കിൽ നിങ്ങൾ സ്വർണമായി സമർപ്പിച്ച സ്വർണം, അവയുടെ എല്ലാം അവസ്ഥ എന്താണ്, അത് അവിടെ ഉണ്ടോ അതോ ഈ കള്ളന്മാർ കൊള്ളയടിച്ചോ എന്ന് അറിയുവാനുള്ള ആഗ്രഹവും അതിൻ്റെ അവകാശവും നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് ശക്തമായി ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ലേബലില്ലാതെ, ഒരു ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ BJP എന്നോ ഒരു ലേബൽ നോക്കാതെ യഥാർത്ഥ വിശ്വാസികൾ, ദൈവവിശ്വാസികൾ ഈ വിഷയങ്ങളിൽ ഇടപെടുകയും ഇത് അവരെ ഏറ്റെടുക്കുകയും ഇതൊരു ജനകീയ വിശ്വാസികളുടെ ഒരു പ്രക്ഷോഭമായി മാറുകയും ഇതിനൊരു നടപടി ഉണ്ടാകുവാനും പറ്റാവുന്ന അവസ്ഥയിലേക്കാണ് വരേണ്ടത്. അതല്ലാതെ ഇതിനെ ഒരു രാഷ്ട്രീയ ടൂളാക്കി ഇത് ഏതാനും ദിവസങ്ങൾ ചർച്ച ചെയ്ത് മടക്കി വെക്കേണ്ടുന്ന ഒരു വിഷയമല്ല ഇത് വലിയൊരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചേക്കുന്നത്. ഉറപ്പാണ് ഇപ്രകാരം ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നെങ്കിൽ ഇത് ഇന്നലെ നടന്നതല്ല, ഇത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിലും വലിയ തട്ടിപ്പുകൾ മൂടിവെക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പുറത്തു വരണം, അനാവരണം ചെയ്യപ്പെടണം. അതിന് കഴിവുറ്റ ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്നു ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുവാൻ കഴിവുള്ള എത്രയോ മിടുമിടുക്കന്മാരായ ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരുടെ എല്ലാം വാ ബന്ധിച്ച് കളഞ്ഞു. നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു, ഈ കർണാടക ലോബി ഇവന്മാർ ഇതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ള ഈ പഞ്ചലോക വിഗ്രഹങ്ങളും ഈ സ്വർണങ്ങളും ഇതെവിടേക്കാണ് പോയത്? ബംഗളൂരുവിലേക്കാണ് പോയിരിക്കുന്നത്. ഈ വ്യവസായികളും ഈ കർണാടകക്കാരും കേരളത്തെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ, ഇവന്മാർ ഈ ശബരിമലയിലും ഗുരുവായൂരിലും അതുപോലെ പത്മനാഭ സ്വാമിയുടെ ആ ക്ഷേത്രത്തിലും ഇരിക്കുന്ന ആ വലിയ നിധിശേഖരം കണ്ടുകൊണ്ട് തന്നെയാവണം ഈ കൊള്ളക്കാരന്മാർ ഇവിടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള ആ നിധിശേഖരം ഇപ്പോൾ ഭരണം കയ്യിലാണ് എങ്കിൽ അവിടെയുള്ള സുരക്ഷാ സേനയോ ആരെയോ എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം. അവരുടെ ഒത്താശയുണ്ടെങ്കിൽ ആർക്കും ആ നിധിശേഖരത്തിലേക്ക് എത്താം, കടന്നു കയറാം. ഇതൊന്നും പ്രോപ്പറായിട്ട് ബി നിലവറയിലെ കാര്യങ്ങൾ പോലും അത് ക്വാണ്ടിഫൈ ചെയ്തിട്ടില്ല. അത് മുക്കുകയോ മാറ്റപ്പെടുകയോ ഒക്കെ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഒരു കർണാടക ലോബിയുടെ ആ തീവട്ടിക്കൊള്ളക്കാരന്മാരുടെ ആവശ്യമനുസരിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തെ അടക്കം ഒതുക്കിയേക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ITV ന്യൂസ് ഇത്രയും ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായി വന്നിട്ടേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി സത്യമായി വന്നു. ഞങ്ങൾ പറഞ്ഞു കർണാടക ലോബി പിടിമുറുക്കി കഴിഞ്ഞു, അവിടെ ആള് വരുമെന്ന് പറഞ്ഞു. ഇന്നലെ തന്നെ അത് ആ പ്രഖ്യാപനവും വന്നു. കർഷകനാഥം ഒരു കേരള സംസ്ഥാനത്തിന്റെ
അതായത് ഇവർക്ക് ആകെ ഇന്ന് ഒരു മുഖ്യമന്ത്രി ഭരണം നല്ല രീതിയിൽ വിജയിച്ചു വന്നാൽ ഒരു മുഖ്യമന്ത്രിയെ കിട്ടുന്ന ഒരേ ഒരു സംസ്ഥാനം, ഈ വരാൻ പോകുന്ന 5 തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ആകെ സാധ്യതയുള്ള ഒരു സ്ഥലം ഇവിടെ മാത്രമാണ്. ഇതുപോലെ ഒരു സ്ഥലത്ത്, ഈ സംസ്ഥാനത്തെ, ഇത് ഏതെങ്കിലും ഒരു കർണാടകത്തിലെ ഗോസ്വാമിയോ മാഫിയോ വന്നിട്ടായിരുന്നു ഇത്രയും കാലം ഇവിടെ UDF അധികാരത്തിലേറിയിരുന്നത്? ഈ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്മാരുടെ ആ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞത കൊണ്ടാണോ കേരളത്തിൽ UDF ഇത്രയും കാലം അധികാരത്തിൽ വന്നിരുന്നത്? ഇവന്മാരുടെ ക്യാമ്പയിൻ സ്ട്രാറ്റജി കൊണ്ടോ, ഇവന്മാരുടെ ക്യാപ്ഷന്റെ എഫക്റ്റ് കൊണ്ടോ, ഇവന്മാരുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയുടെയോ അതല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂഷന്റെയോ മികവ് കൊണ്ടായിരുന്നു കേരളത്തിൽ ഇത്രയും കാലം UDF അധികാരത്തിൽ വന്നിരുന്നത്? നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ ഇത്തവണ KPCCയുടെ വാർ റൂമിന്റെ ചെയർമാനായി ഒരു കർണാടക, അവൻ പരിപാടി ആരംഭിച്ചത് തന്നെ കോഴി ഫാം ആയിരുന്നു. കോഴി ഫാം കച്ചവടത്തിലൂടെയാണ് ഇദ്ദേഹം വ്യവസായ രംഗത്തേക്ക് വന്നത്. അങ്ങനെ ഒരു കോഴി വ്യവസായിയാണ്, അദ്ദേഹത്തിന്റെ മകനെയാണ് ഇവിടേക്ക് വിടുന്നത് എന്നോർക്കണം. എന്തുകൊണ്ട്? ഈ കൊടുക്കുന്ന AICC കൊടുത്തുവിടുന്ന പണം തട്ടിക്കൊണ്ടു പോകാതിരിക്കുവാൻ. AICC മീൻവണ്ടിയിൽ കൊടുത്തുവിട്ട 30 കോടി അടിച്ചു മാറ്റി അതിലൊരു 5 പൈസ പോലും മാർഗം കിട്ടിയില്ല എന്ന ആ വലിയൊരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതിനെതിരെ ഒരു പ്രതികരണം പോലും ഇവന്മാർക്ക് നടത്തുവാൻ ശേഷിയില്ല. കാരണം പ്രതികരണം നടത്തിയാൽ അതിലും വലിയ സാധനങ്ങൾ അളയിലിരിപ്പുണ്ട്. അതുകൊണ്ട് ഇവന്മാർ ഇതിനെയൊന്നും കണ്ടതായി പോലും ഭാവിക്കുന്നില്ല, അറിഞ്ഞതായി പോലും ഭാവിക്കുന്നില്ല. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ആരോ കടന്ന് ഏതോ കൊട്ടേഷൻ ടീം പറയുന്നതെന്നാണ് ഇവർ പറയുന്നത്. കേക്കച്ചനും സംഘവും പറഞ്ഞത് ഞങ്ങളെ ആരോ കോൺഗ്രസിനെ നശിപ്പിക്കുവാൻ വിലക്കെടുത്തേക്കുന്നു എന്നാണ് പറയുന്നത്. അല്ല, കോൺഗ്രസ് വരണം, പിണറായിയുടെ ദുർഭരണം മാറണം എന്നാഗ്രഹിക്കുന്ന, പേഴ്സണലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പക്ഷേ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തകർക്കുന്ന, ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെ തകർക്കുന്ന, ഈ പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും കൊടുത്ത് ജയിലിൽ കിടന്ന, ജീവിതം അർപ്പിച്ച, കരിയർ നഷ്ടപ്പെടുത്തിയ യുവ നേതാക്കന്മാരെ ഇല്ലാതാക്കി ഈ കർണാടകത്തിൽ നിന്നും കെട്ടിയിറക്കിയ ഈ ഗോസ്വാമിമാരുടെ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ, അവരുടെ ചട്ടുകം ആകാൻ യോഗ്യതയുള്ളവരെ മാത്രം വളരുവാൻ അനുവദിക്കുന്ന ഈ നടപടി ഇവിടെ ഉണ്ടാകരുത്. അതിനെതിരെയുള്ള ഒരു കാവലാളായിയാണ് i2 ന്യൂസ് വർത്തിക്കുന്നത്. അതിനായാണ് i2 ന്യൂസ് മിഷൻ 60 എന്ന ഒരു ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിച്ചത്. അതിൻ്റെ 44-ാം ദിനമാണെന്ന്. ഈ 44 ദിവസങ്ങൾ പിന്നിടുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നഷ്ടപ്പെട്ടിട്ടില്ല, വിജയങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 60 ഇവന്മാർ തങ്ങളുടെ തെറ്റുതിരുത്തി രാഹുലിനെ തിരികെ എടുക്കും എന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ. ഞങ്ങളത് പക്ഷേ പ്രതീക്ഷിക്കുന്നില്ല. അത് അപ്രകാരം സംഭവിക്കുന്നു ഞങ്ങൾ കരുതുന്നില്ല. അപ്രകാരം സംഭവിച്ചാൽ അതിലും വലിയ നല്ല കാര്യങ്ങൾ ഇവിടെ സംഭവിക്കും. അന്നേരം അത് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ രാഹുൽ എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്. ഒരു വ്യക്തിയെ എങ്ങനെ ഇല്ലാതാക്കി, 2016 ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ ഇല്ലാതാക്കുവാൻ മുൻകൈയെടുത്ത ഈ നാണം കെട്ട ഈ കേക്കച്ചൻ തന്നെയാണ് 2021 ആ അവസരം നഷ്ടപ്പെടുത്തിയത്, 2026 അവസരം നഷ്ടപ്പെടുത്തുവാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ മുന്നിൽ ഇത്രയും ഈ 10 വർഷത്തെ അനുഭവം ഉണ്ടായിട്ടും ഇന്ന് രാവിലെ നടന്ന ഇയാളുടെ ബിഹേവിയർ എന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ TV-യിലൂടെ കണ്ടു. ഇപ്രകാരം ഒരാളെ ഈ 2 തവണയും അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ഇവൻ തന്നെ 2026 മുൻപന്തിയിൽ നിന്ന് നയിക്കുവാനുള്ള ഒരു ശ്രമമാണ്, ഇയാളെ മുന്നിൽ തന്നെ നിർത്തി നയിപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്ന് അറിയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുവാൻ സാധ്യമല്ല. ഞങ്ങൾ ഇപ്രകാരം ഒരു നിലപാടെടുക്കുന്നത്, ഞങ്ങൾ ഇപ്രകാരം ഒരു ക്യാമ്പയിൻ നടത്തുന്നത് മറ്റാരുടെയും നിർദ്ദേശം കൊണ്ടല്ല. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ, അമ്മമാരുടെ, സഹോദരന്മാരുടെ, ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന മലയാളികളുടെ അവരുടെ ഒരു ഫീഡ്ബാക്ക്, അവരുടെ ആ പൾസ് അനുസരിച്ച് മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ഇത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സുഖിപ്പിക്കുവാനുള്ള ഒരു ചാനലല്ല, ആരുടെയെങ്കിലും സീഡിംഗ് ക്യാമ്പയിൻ നടത്തുന്ന ചാനലല്ല, ആരുടെയെങ്കിലും ഫണ്ട് മേടിച്ചു കൊണ്ട് നടത്തുന്ന ചാനലല്ല. ഞങ്ങൾ അപ്രകാരം ചെയ്യുമായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആരുടെയെങ്കിലും ഒരു പക്ഷം പിടിച്ച് ഞങ്ങൾ നിൽക്കുമായിരുന്നു. ഒന്നെങ്കിൽ കോൺഗ്രസ് പക്ഷത്തിന് വേണ്ടി പക്ഷം പിടിച്ച് അവർക്ക് വേണ്ടി വൈറ്റ് വാഷിംഗ് നടത്തുക, അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി നിൽക്കുക, അല്ലെങ്കിൽ BJPക്ക് വേണ്ടി നിൽക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ജാതി മത സംഘടനകൾക്ക് വേണ്ടി നിൽക്കുക,
ഒരാളുമായിട്ടും ഞങ്ങൾക്ക് ഒരു 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 കമ്മിറ്റ്മെൻറ്റോ ഏതെങ്കിലും ഒരു പാർട്ടിയുമായോ സംഘടനയുമായോ ജാതിയായോ മതമായോ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റോ പ്രത്യേക സോഫ്റ്റ് കോർണറോ ഒന്നുമില്ല. ഞങ്ങൾ പൊതുവായി അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഓരോ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരൊന്നും ഞങ്ങളോടൊപ്പം നിൽക്കത്തില്ല. ഞങ്ങൾ നൽകുന്ന വാർത്തകളുടെ വ്യൂ ചിലപ്പോൾ കുറഞ്ഞു പോകാം, അതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. ഞങ്ങൾക്ക് വളരെയേറെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാവാം, അതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഒരാളെങ്കിലും ഇത് കാണാനുണ്ടെങ്കിൽ, ഞങ്ങളുടെ വീഡിയോകൾ ഞങ്ങളുടെ വാർത്തകൾ കാണുവാൻ ഒരാളെങ്കിലും ഉണ്ട് എങ്കിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. കാരണം ഒരാളെങ്കിലും സത്യം അറിയുമല്ലോ, സത്യത്തോടൊപ്പം നിൽക്കുമല്ലോ, അത് മതി. ഞങ്ങളുടെ ലക്ഷ്യം പരമാവധി വ്യൂവർഷിപ്പ് അല്ല, എത്രയും വേഗം മില്യൺസിന്റെ സബ്സ്ക്രൈബർ ആകുക എന്നുള്ളതല്ല, സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും ഔന്നത്യത്തിലേക്ക് എത്തുക, ഇതൊന്നും ഞങ്ങളുടെ ലക്ഷ്യങ്ങളോ അജണ്ടകളോ അല്ല. ഞങ്ങൾ പോകുന്നത് ഒരേ ഒരു ലക്ഷ്യം വെച്ചാണ്, സത്യം വിഷം പുലർത്താതെ കലർപ്പില്ലാതെ ജനങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോകുന്നത്. അത് ചിലപ്പോൾ വളരെ വലിയ അക്സെപ്റ്റൻസ് ലഭിക്കുന്നു, ചിലപ്പോൾ ചെറിയ പ്രതികരണം ലഭിക്കുന്നു. ഇതിലൊന്നും ഞങ്ങൾ വിഷമിക്കാറോ കൊണ്ടിതപ്പെടാറോ ഇല്ല. പക്ഷേ 44-ാം ദിനവും നിർത്താറായില്ലേടാ എന്ന് പല അന്തംകമ്മികളും കേക്കച്ചൻ്റെ സൈബർ ഗുണ്ടകളും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും നിർത്താറായിട്ടില്ല. ഞങ്ങളൊരു ലക്ഷ്യം വെച്ചാൽ, ഞങ്ങളൊരു യാത്ര തുടർന്നാൽ അത് ആ ലക്ഷ്യം കണ്ട ശേഷം മാത്രമേ ഞങ്ങൾ അത് പിന്തിരിയൂ എന്നതുകൊണ്ട് അവസാന നിമിഷം വരെ, അവസാന ശ്വാസം വരെ ഞങ്ങൾ ആ വിഷയത്തിനായി, ഞങ്ങൾ ഏറ്റെടുക്കുന്ന വിഷയത്തിനായി നിൽക്കും എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അവസാനം വരെ ഞങ്ങൾ പോരാടും, ഞങ്ങളുടെ യാത്ര തുടരും. അതുകൊണ്ടാണ് ഈ 44 ദിവസങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, പരാജയം നമുക്കുണ്ടായിട്ടില്ല. കാരണം ഇത് ജനങ്ങളുടെ വിജയമാണ്. അവനെ തീർത്ത് കളയുവാനായിരുന്നു, രാഹുലിനെ തീർത്തില്ലാതാക്കുവാനായിരുന്നു ഇവരുടെ ശ്രമം. ഇപ്രകാരം ഒരു മാനസികാവസ്ഥയിലാക്കി സമ്മർദ്ദം കൂട്ടി ഇദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യ ചെയ്യും എന്നായിരുന്നു ഇവരുടെ കണക്കുകൂട്ടൽ. അത്രയും നികൃഷ്ടമായ മനസ്സുള്ള ഇവന്മാരാണ് ഈ 45 ദിവസം കഴിഞ്ഞിട്ടും ഈ നിലപാടുമായി പോകുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. ഇപ്രകാരമുള്ള ഇവന്മാരുടെ ഈ നിലപാടിനുള്ള മറുപടി നമുക്ക് കൊടുക്കുവാനുള്ള നമ്മളുടെ ആയുധം എന്ന് പറയുന്നത് ഈ ചൂണ്ടുവിരലാണ്. ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ നാറിയ നിലപാടിനുള്ള മറുപടി എന്ന് പറയുന്നത് ജനങ്ങളുടെ ഈ വിരൽ കൊണ്ടാണ് കൊടുക്കേണ്ടത്. നമുക്ക് അക്രമത്തിന്റെ മാർഗമില്ല, നമുക്ക് മറ്റു വളഞ്ഞ വഴികളൊന്നുമില്ല. പക്ഷേ അവസരം നമ്മളെ തേടിയെത്തും, നമ്മുടെ കയ്യിലെത്തും. ആ അവസരം വരെ വീഴാതെ ശുഭാപ്തി വിശ്വാസത്തോടെ പോവുകയും അന്ന് അവസരം കിട്ടുന്ന അന്ന് പെടത്തുകയും ചെയ്യുക എന്നതാണ് ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും കടമയും കർത്തവ്യവും. അതുകൊണ്ട് ദിവസങ്ങൾ, ഓരോ ദിവസങ്ങളും കടന്നുപോകും. 44 ദിവസങ്ങൾ ഇന്നലെ എന്ന വണ്ണം കടന്നുപോയി. അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വിജയം നമ്മൾ കണ്ടു. അന്തിമ വിജയവും നമ്മളുടെ തന്നെയായിരിക്കും. ഈ 60 ദിവസം കഴിഞ്ഞാലും ലോകം അവസാനിക്കില്ല എന്ന് ഈ കേക്കച്ചനും സംഘവും അറിയണം. അതിനുശേഷവും സൂര്യൻ കിഴക്ക് തന്നെ ഉദിക്കും. അത് അന്ന് വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കും, അടുത്ത ദിവസങ്ങളിലേക്ക് പോകും. അങ്ങനെ വരാൻ പോകുന്ന 210 ദിവസങ്ങൾക്കുള്ളിൽ കൃത്യമാണ്, അതിനപ്പുറത്തേക്ക് പോകില്ല. 210 ദിവസത്തേക്ക് അപ്പുറത്തേക്ക് ഒരു ഡിസിഷൻ ഇവിടെ ഉണ്ടായിരിക്കും. അന്നും നമുക്ക് ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റണം. സർവേശ്വരൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. 210 ദിവസങ്ങൾക്കുള്ളിൽ ഈ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്ന പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരം, ആത്യന്തികമായ പരിഹാരം ഉണ്ടാകുമെന്ന് ഓരോ ജനങ്ങളും വിശ്വസിക്കണം, കരുതണം. അതുകൊണ്ട് നമുക്ക് പോകുവാനുള്ള ദൂരം എന്ന് പറയുന്നത് 10-15 ദിവസമല്ല, വളരെ വലിയ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ ഓരോ ജനങ്ങളും പ്രതീക്ഷയോടെ, ഏത് ഗോസായി വന്നാലും, ഏത് കർണാടകക്കാരൻ വന്നാലും, എത്ര കള്ളപ്പണം എറിഞ്ഞാലും, എന്തൊക്കെ PR ആക്ടിവിറ്റി നടത്തിയാലും അതിലൊന്നും കുലുങ്ങാതെ, ചഞ്ചലപ്പെടാതെ, മനസ്സു മാറാതെ നമ്മൾ മുന്നോട്ട് പോകുക തന്നെ വേണം. ഇതിലും വലിയ എത്രയോ വലിയ വൻമരങ്ങൾ ഇവിടെ പിടന്നു വീണിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പാഴ്ചെടികളൊന്നും അധികം വരൂല. അതിനുള്ള ആയുസ് എന്ന് പറയുന്നത് പരമാവധി 210 ദിവസമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ, ആയിരക്കണക്കിന് പ്രതികരണങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 44-ാം ദിവസവും
i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. കോഴിക്കോട് വിളിക്കുക. എനിക്ക് സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. രാഹുൽ പുറത്തേക്ക് ഇറങ്ങിയല്ലോ. ഓരോ പരിപാടിയൊക്കെ ആയിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. ഭയങ്കര സന്തോഷം. അത് പറയാൻ വേണ്ടി വിളിച്ചതാ. പിന്നെ ഒരു കാര്യം, എനിക്കിങ്ങനെ ന്യൂസൊക്കെ കേട്ടപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മുഖ്യമന്ത്രിയെ കൊണ്ട് എനിക്ക് തോന്നുന്ന 2 കാര്യങ്ങൾക്കേ കൊള്ളത്തുള്ളൂ. ഒന്ന്, നുണ പറയാനും, പിന്നെ ആരെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങളെ നോക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, ആർക്കെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടോ, ഇതൊക്കെ നോക്കി അവരുടെ പേര് കേസെടുക്കാൻ. ഈ 2 കാര്യം മാത്രമേ അറിയാവുള്ളൂ. നുണ പറയുക, മോഷ്ടിക്കുക, ഈ കാര്യം. ആരെങ്കിലും പെണ്ണുങ്ങളോട് സംസാരിക്കുന്നുണ്ടോ അവർക്കെതിരെ കേസെടുക്കുക. ഇതിനല്ലാതെ ഈ മുഖ്യമന്ത്രിയെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. അതിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഇപ്പം വി സതീശൻ കുറെയൊക്കെ സംസാരിക്കുന്നുണ്ട്, എന്താന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ രാഹുല് മുന്നോട്ട് വന്നു, നന്നായി. സമരരംഗത്തൊക്കെ ഉണ്ടായിരിക്കണം. ഇവിടെ ഈ പിണറായി വിജയനെ തോൽപ്പിക്കണം. ഇവിടെ പറ്റിയ അവസരമാണ്. ഈ അവസരത്തിൽ പിണറായി വിജയനെ നമുക്ക് ഈ കേരളത്തിൽ നിന്ന് ഓടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് പാഴാക്കരുതെന്ന് വി സതീശനോട് ഒരു എളിയ അഭ്യർത്ഥനയുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇവന്മാര് തിരികെ എടുത്ത പദവികളെ കുറിച്ച് തിരികെ കൊടുക്കാനാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നമ്മൾ കുറെ പറഞ്ഞിട്ട് ഇവരുടെ ഒന്നും ചെവിയിൽ എത്തുന്നില്ല. ഇത് തിരിച്ചു തന്നെ കൊടുക്കണം. ഈ കുട്ടി ഉണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും സാധിക്കുള്ളൂ. ഈ പിള്ളേരെല്ലാം വേണം. ഒരു ജനം മുഴുവൻ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവന്മാരുടെ ചെവിക്കകത്തേക്ക് ഇത് എത്തുന്നില്ലല്ലോ. ഇല്ല, അപ്രകാരം തിരികെ എടുക്കാതെ ഇവന്മാർ മുന്നോട്ട് പോകാനാണ് നടപടിയെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എന്തായിരിക്കും അനുഭവം ഉണ്ടാകാൻ പോകുന്നത് ഇവർക്ക്? ചിലപ്പോ പരാജയമായിരിക്കും, ചിലപ്പോ ഇവരുടെ മനസ്സ് മാറും നമുക്ക് വിചാരിക്കാം. ദിവസങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഇവർ ചിലപ്പോ ഈ ഇതൊക്കെ കേട്ടിട്ട് ഈ i2i വരുന്ന ന്യൂസും കാര്യങ്ങളും എല്ലാം കേട്ടുകൊണ്ട് അവരുടെ മനസ്സ് അവർ മാറ്റുന്ന എനിക്കാണ്. വി സതീശൻ ഇത്ര ബലം പിടിക്കുന്ന എന്തിനാ? അന്തഃഛിദ്രം കൊണ്ട് നമ്മൾ ക്ഷയിച്ചു പോകത്തല്ലേ ഉള്ളൂ. അന്തർഛിദ്രം ഉണ്ടാകുന്ന ഭവനം നശിക്കുമെന്നാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. ഇയാൾ ബൈബിൾ ഒന്നുകൂടെ വായിച്ചു പഠിക്കണം എന്നാ തോന്നുന്നത്. സ്വന്തം അണികളെ കൂട്ടി നിർത്താൻ പറ്റിയല്ലാത്ത ഇയാള് എന്ത് പ്രതിപക്ഷ നേതാവാണ്? ഈ കാര്യത്തിൽ ഇയാൾ മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കണം. എന്ത് കള്ളത്തരം കാണിച്ചു, നുണ പറഞ്ഞോ? ഓരോരുത്തരൊക്കെ ഈ എന്തെല്ലാം ചെയ്തു നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. നമ്മുടെ വായിൽ നിന്ന് അങ്ങനെയുള്ള സംസാരം വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇത്രയധികം വേണ്ടാധീനം കാണിക്കുന്ന ഇയാളുടെ കൂടെയുള്ള മന്ത്രിമാരും MLA-മാരും എല്ലാരെയും ഇയാൾ കൂട്ടിപ്പിടിച്ചേക്കുവോ? ഒന്നും അവർക്കെതിരെ അയാൾ പറയത്തില്ല. ഈ വി സതീശൻ ജീസസ് ക്രൈസ്റ്റിനെ കഴിഞ്ഞ് വലിയ ആളാകാൻ പോവുകയാണോ? ഇത്ര വലിയ പരിശുദ്ധനായിട്ട് ഇങ്ങനെ ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടം ഏതാണ്ട് ചെയ്തു വെച്ചാൽ എവിടെ കേസ്? എവിടെ? ഒന്നും നടക്കുന്നില്ലല്ലോ. ചുമ്മാ കുട്ടിയെ പറ്റി തോന്നിയ ദിവസം പറഞ്ഞുകൊണ്ട് നടക്കണം. ഇവരൊക്കെ ഉണ്ടെങ്കിലേ കോൺഗ്രസിന് വിജയം ഉണ്ടാകത്തുള്ളൂ. ഈ നല്ല കുട്ടികളെയൊക്കെ ഇവരെ അടിച്ചിരുത്തിയിരിക്കുകയാണ്. ഇവരെ പൊങ്ങാൻ സമ്മതിക്കുന്നില്ല, ഇവരെ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. അയാൾ കുഴൽനാടനെയൊക്കെ അടിച്ചമർത്തിയിട്ടേക്കുവെന്നാ നമുക്ക് മനസ്സിലാകുന്നത് ന്യൂസ് വായിക്കുമ്പോൾ. കുഴൽനാടനൊക്കെ മുന്നോട്ട് വരണം, അതുപോലെ ചെറുപ്പക്കാർ മുന്നോട്ട് വരണം. ഈ ഒരുമാതിരി പ്രായം ചെന്നവർ ഇവരെ ഗൈഡ് ചെയ്യുക, ഇവരെ പൊക്കിക്കൊണ്ടുവരിക. ഇവര് പുറകിൽ നിന്നുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യണം. അല്ലാണ്ട് ഇവര് മുന്നിൽ കയറിയെന്ന് പറയാനും അറിയത്തില്ല, സമരം ചെയ്യാനും അറിയത്തില്ല, പ്രതികരിക്കാനും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പ്രായമായതിന്റെ ആയിരിക്കാം. അവര് കുറച്ചൊന്ന് വഴിമാറി കൊടുക്കണം ഇവർക്ക്, എന്നാലേ കോൺഗ്രസ് പിടിച്ചു നിൽക്കത്തുള്ളൂ. പിണറായി അതിന് നല്ല മിടുക്കന. ഈ കള്ളത്തരം കാണിച്ചിട്ട് ഇയാൾ പിടിച്ചു നിൽക്കുന്നതാണ്ടോ? എന്തെല്ലാം ഇയാൾ ഈ ലോകത്തിൽ കാണിക്കാത്തത്. ഇപ്പം ശബരിമലയിലുള്ള സ്വർണം മുഴുവൻ ഇയാൾ കട്ടെടുത്തു, എന്നിട്ട് ഇയാൾ പിടിച്ചു നിൽക്കുക. ഒന്നും മിണ്ടുന്നില്ല, ഒരു കൂസലും ഇല്ല. ഈ കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ട് ഇയാൾ ഇങ്ങനെ മുന്നേറുക. ഹിറ്റ്ലറോ? ഇയാൾ ആരാ ഇത്? ഹിറ്റ്ലറിനൊക്കെ എനിക്ക് കഷ്ടമാണെന്ന് തോന്നുന്നു ഈ മനുഷ്യൻ. ഇതിനൊരു അവസാനം ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കുമ്പോഴാണ് വി സതീശന്റെ ഓരോ കോമാളിത്തരം. ചെറിയ പിള്ളേരെ ഒതുക്കി വെച്ചിരിക്കുക. ഈ ചെറിയ മക്കൾക്ക് വിദ്യാഭ്യാസം ഒക്കെ ഉള്ളവരാ. ചുമ്മാ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും പഠിച്ചവരൊന്നും അല്ലല്ലോ. നല്ല വിദ്യാഭ്യാസം നേടിയ മക്കളാണ് അവര് മുന്നോട്ട് വരണം. സംസാരിക്കാൻ അറിയാം, അവർക്ക് കൃത്യം മറുപടി പറയാൻ അറിയാം. എവിടെ പറയണമെന്ന് ഈ ചെറിയ പ്രായം കുറഞ്ഞ എല്ലാവർക്കും അറിയാം. അവർ നല്ല മിടുക്കരാ. അവർക്ക് അവസരം കൊടുക്കാൻ ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പറയുകയാണ്, അങ്ങ് കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കോൺഗ്രസിനെ രക്ഷപ്പെടുത്തണം. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും BJP-യുടെ ഒക്കെ കൂടി ഈ കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കരുതെന്നൊരു ചെറിയ അപേക്ഷയുണ്ട്. കേൾക്കണം എന്നാണ് പറയാനുള്ളത്. എങ്കിൽ മാത്രമേ കോൺഗ്രസ് രക്ഷപ്പെടുകയുള്ളൂ. ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുക. വിദ്യാഭ്യാസമുള്ള കുട്ടികൾ അവർക്കറിയാം ഈ ലോകത്തിൽ ആരാണ് മെസ്സേജ് അയക്കാത്തതും സംസാരിക്കാത്തതും അങ്ങനെയുള്ള ആരാ ചെയ്യാത്തത്. നിങ്ങളെല്ലാം ചെറുപ്പകാലത്ത് ഇതിന്റെ അപ്പുറം ചെയ്തവരായിരിക്കും. ഒന്ന് പുറകോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കണം. അവൻ സ്വന്തം കണ്ണിലെ വലിയ തടിക്കഷ്ണം എടുത്ത് മാറ്റി വെച്ച് വേണം മറ്റുള്ളവരുടെ കണ്ണിലെ ചെറിയ കരട് എടുക്കാൻ പോകാൻ.
ഇതെല്ലാം ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങ് ബൈബിൾ ഒന്നുകൂടെ വായിച്ചു പഠിച്ചിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേൾക്കണം, കേരളത്തെ രക്ഷിക്കണം. ഇനി ഈ പിണറായിയുടെ കീഴിൽ നമുക്കൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല. ഓരോ മനുഷ്യരും ഈ കേരളത്തിലെ എല്ലാവരും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ, ഈ പിണറായിനെ എങ്ങനെയാലും ഒന്ന് പുറത്തിയടിക്കുക. എന്തെല്ലാം കേസുണ്ട് അയാളുടെ പേരിൽ, അവിടെ എല്ലാം ഇയാള് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ഇയാൾ ചെയ്യാത്ത തോന്നിയാസങ്ങൾ വല്ലതും ഉണ്ടോ? എല്ലാ തരവും തോന്നിയാസം അയാൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അയാൾ രക്ഷപ്പെട്ട് നിൽക്കുക. വി.ഡി. സതീശൻ ഇതൊന്നും മനസ്സിലാവുന്നില്ലേ? കോൺഗ്രസിനെ രക്ഷിക്കണം. അന്തഃഛിദ്രം ഇല്ലാണ്ട് നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുൻപോട്ട് പോകണം. കോൺഗ്രസ് ഇവിടെ വിജയിച്ചാലേ പറ്റത്തുള്ളൂ. KM മാത്യു, ഞാൻ ഈ നിയമസഭയിൽ ഇന്നലെ കേക്കത്തിന്റെ പ്രാണന്റെ പറ്റിയൊക്കെ സുനിൽ പറഞ്ഞു, ഞാൻ കേട്ടായിരുന്നു. അത് എനിക്ക് വളരെ 100% അതിനോട് യോജിപ്പാണ്. എന്ന് വെച്ചാൽ ചുമ്മാ ഈ പ്രകടനം മാത്രമേ ഉള്ളൂ, അല്ലാതെ നിയമസഭ കൂടുമ്പോൾ അവിടെ ഇരുന്ന എന്നെങ്കിലും പിണറായിയോട് നേരിട്ട് പറയാനുള്ള തൻ്റെ ഇല്ലാത്തതുകൊണ്ട് വർക്കൗട്ടാന്നും പറഞ്ഞ് പുറത്തോട്ട് ചാടി പത്രക്കാരുടെ അടുത്ത് ചെന്ന് അവരോട് ഏതാണ്ടൊക്കെ പറഞ്ഞ പിരിയുന്ന പരിപാടിയേ ഉള്ളൂ. പ്രതിപക്ഷത്തിന്റെ പരിപാടി അതാണ്. ഇതേ നിലയിൽ പോയാൽ സതീശന് കോൺഗ്രസിനെ കേരളത്തിൽ ഒരു പരുവമാക്കും. ഈ കർണാടക ലോബിയുടെ കാര്യം സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. സത്യത്തിൽ ആ കളിയായിപ്പോൾ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു സംഗതി ഇവർ പറയുന്നവർ അന്ന് നടക്കുകയായിരുന്നുള്ള ഉറപ്പായി. അല്ലെങ്കിൽ പണ്ട് ഈ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കാൻ എന്നാ വിഷയം, ഒരു കേസും ഇല്ല. അവർക്ക് വേണ്ട, കർണാടക ലോബിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് ശരിയാ, സാർ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. കർണാടക ലോബിയാണ്. ഇപ്പൊ അടുത്ത മുൻ സ്പീക്കറിന്റെ മാനേം കൂടെ ഇങ്ങോട്ട് നിയമിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ലൈവ് കണ്ടായിരുന്നു ഞാൻ. അത് ഏതാണ്ട് 100% ശരിയാ. ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുള്ള ഇതേ ഉള്ളൂ. അവന്മാരെന്നെയും കാണിക്കട്ടെ. നമുക്ക് ഇനിയിപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് പറവൂര് സതീശനെ പൊട്ടിക്കാന്നുള്ള ഒരൊറ്റ പരിപാടിയുള്ളൂ. അല്ലാതെ നമ്മളെ കൊണ്ടൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ഇവന്മാരുടെ കേക്കത്തിനെ മാറ്റാനോ അല്ലെങ്കിൽ തന്നിയെ മാറ്റാനോ ഒന്നും നമ്മൾ നോക്കിയാൽ നടക്കുകയല്ല. അത് അവരുടെ ആ ലോബി അവർ തീരുമാനിക്കുന്നു. നമുക്ക് ഇനി ചെയ്യാനുള്ളൂ. ഇനി അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പറവൂര് സതീശന്റെ വാർഡിൽ വരെ ഭൂരിപക്ഷം കിട്ടാത്ത ഒരവസ്ഥ അവിടെ ഉണ്ടാക്കാനുള്ള പരിപാടി മാത്രം നോക്കുക, ഇനി മാർക്കുള്ളൂ. എന്നാലേ ഇവർ ഇനി പഠിക്കുകയുള്ളൂ. അല്ലാതെ വേറൊരു മാർക്കം ഞാൻ കാണുന്നില്ല. നമ്മൾ ഇപ്പൊ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് യുവന്മാര് കേൾക്കുവോ? യുവന്മാരും കേൾക്കില്ല. സതീശൻ അതുപോലെ സാഹചര്യമുണ്ട് അവിടെ. പൈസ കൊടുത്ത് ഇതെല്ലാം പൈസയ്ക്ക് പുറത്താണല്ലോ ഇതെല്ലാം. പൈസയുടെ അല്ല, മാമ നല്ല ഒന്നാം തരം ഇരുത്തം വന്ന മാമ കൂട്ടിക്കൊടുത്ത് ആരെയും കൂടെ നിൽക്കുന്നവനെയും കുതികാല് വെട്ടാനും കൊല്ലാനും ഇല്ലാതാക്കാനും അവര് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനും പറ്റുന്ന ഒരു മാമ. അല്ലാതെ സ്വാധീനമൊന്നുമല്ല. അവന്മാർക്ക് ആവശ്യം കളയുമ്പോ അവന്മാരെടുത്ത് ദൂരെ കളയും. അതെ, അത് ശരിയാ. അവിടെ ഹൈക്കമാൻഡും ഇല്ല, ഒന്നുമില്ല, ഒരു കമാൻഡും ഇല്ല. ഇല്ല കമാൻഡും ഇല്ല. ഉള്ളതൊരു തീവെട്ടി കമാൻഡാണ് ഇപ്പം. അതെ, ഒരു തീവെട്ടിക്കൊള്ളയാ. അതുപോലെ തന്നെ പിണറായി വേറൊരു തീവെട്ടിക്കൊള്ള. പക്ഷെ പിണറായിയുടെ ഈ പരിപാടിയൊക്കെ സതീശൻ അത് വേണ്ട പോലെ പ്രയോജനപ്പെടുത്താൻ സതീശനെ കൊണ്ട് കൊള്ളുകയില്ല. പിണറായി അവിടെ നിന്ന് വർക്കൗട്ടും നടത്തി കൊതികുത്തി ചാടി പുറത്തോട്ട് പോകും. അവരുള്ള ബില്ലെല്ലാം പാസ്സാക്കി എടുക്കും. ഇന്നും കൂടെ കാണുമായിരിക്കും നേരത്തെ. അത് കഴിയുമ്പോൾ അവർ നിർത്തി അവരുടെ പരിപാടിക്ക് പോകും. സതീശൻ ചുമ്മാ ഇവിടെ കിടന്ന് ഇമ്മ പട്ടി വരയ്ക്കുന്നാലും വരയ്ക്കാമെന്നല്ലാതെ യാതൊരു കാര്യമില്ല. ഇതിനെക്കൊണ്ടൊരു പ്രയോജനവുമില്ല. പ്രതികരിക്കുന്നത് ശരിയാ. മാങ്കൂട്ടം അന്തസ്സായിട്ട് പ്രതികരിച്ചാടോ എന്നാൽ കണ്ടു. പത്രക്കാരോട് ആവശ്യമുള്ള കാര്യം പറഞ്ഞ ആൾ നിർത്തി. അയാൾക്ക് ഈ പവർ കൊടുത്തായിരുന്നെങ്കിൽ എന്നായിരുന്നു പറയേണ്ട പോലെ പറയാനറിയാം. സതീശന് എന്തെങ്കിലും പറയാൻ അറിയണം. അവൻ വന്ന് അവനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ശബരിമല വിഷയം അവൻ വിട്ട് കളയോ സാറ് പറഞ്ഞ പോലെ. എന്നിട്ട് ചുമ്മാ പത്രക്കാരുടെ മുന്നേ വന്ന് ഏതാണ്ടെല്ലാം പറഞ്ഞു വിളങ്ങി പോരുക. അത് പത്രത്തിൽ വരും. പത്രക്കാർ ഇവനെ നോക്കി നിൽക്കുക. അപ്പം ചാടി വരുമെന്ന് അറിയാമല്ലോ. അവിടെ നിന്ന് കൊഞ്ഞനം കുത്തി പിണറായി എല്ലാം അവിടെ ഇരുന്നുകൊണ്ട് അവർ സംഗതി നടത്തുന്നു. എന്തുമാത്രം പുച്ഛത്തോടു കൂടിയ പിണറായി അവനെ പരിഹസിച്ചത്. നിയമസഭയിലെ പ്രസംഗം നമ്മൾ കേട്ടല്ലോ. ഇതും കേട്ട് വായും പൊളിച്ച് ഇവൻ നടക്കുന്നല്ലാതെ അതിന്റെ പുറകെ കുറച്ച് ഓട്ടം അടിക്കാൻ കുഞ്ഞാലിക്കുട്ടി അവരും ഇങ്ങനെ കുറെ പേര് ഇവൻ പറയുന്നിടത്ത് ചാടാനും പോകാനും. ഈ എന്നാത്തന്നെ നിയമസഭ വർക്കൗട്ട് നടത്തിയിട്ട് വല്ലതും പ്രയോജനമുണ്ടോ? അവിടെ ഇരുന്ന് അതിന് മറുപടി കൊടുക്കാനല്ല നോക്കേണ്ടത്. അല്ലാതെ നിയമസഭ
കൂടാതെ അതിൻ്റെ അകത്തുനിന്ന് ചാടിപ്പോരുന്ന എന്നാ കാണിച്ച അതുകൊണ്ട് എന്ത് നേട്ടം? നിയമസഭയ്ക്കകത്തിരുന്നുകൊണ്ട് അവന്മാർക്കിട്ട് മറുപടി കൊടുക്കാൻ നോക്കാനുള്ളതിന് കൊഞ്ഞനം കുത്തി ചാടിപ്പോരുന്ന പിള്ളേര്. അതിന് വീണ്ടും അവസരം ഉണ്ടല്ലോ. നിയമസഭയിൽ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നതിന് നിയമസഭ കൂടുമ്പോഴല്ലേ പറ്റത്തുള്ളൂ. അന്നേരം ഒന്നും പറയാതെ അത് തന്നെയല്ലേ പിണറായി പറഞ്ഞത്. അതെ, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തെന്ന് പറഞ്ഞാലാണ് സതീശന്റെ പരിപാടി. ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനം കുത്തി ചാടിപ്പോരുന്നാല് അവിടെ ഇരിക്കണം. ഇവന്മാർ എന്തിനാ പുറത്തോട്ട് ചാടിപ്പോരുന്നത്? എപ്പോഴും അവിടെ ഇരുന്ന് അതിന് മറുപടി പറയാം. ഇവന്മാർക്ക് അറിയാൻ മേലെ. സതീശന് അറിയാൻ പറ്റിയില്ലെങ്കിൽ ആ കുളനാടനെ ഏൽപ്പിക്കണം, അയാൾ പറഞ്ഞോളൂ. ഇതൊക്കെയാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. എന്റെ പേര് സണ്ണിന്നാണ്, ഞാൻ റാന്നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഈ ചാനൽ കൂടെ ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പോൾ ആദ്യമേ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ നീതിക്കും ന്യായത്തിനും വേണ്ടി നിൽക്കുന്നതിൽ വളരെ സന്തോഷം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തോടുള്ള ബന്ധത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടും വി.ഡി. സതീശൻ പറഞ്ഞ വാക്കുകളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാങ്കൂട്ടത്തിനെ പുറത്താക്കി, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി, ഇപ്പോൾ ആരുമല്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജനപിന്തുണ ഇതുവരെ കുറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ വളരെ ശാന്തതയോടെ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ എനിക്ക് നേരിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. നിയമസഭയിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടി ടിക്കറ്റിൽ സീറ്റ് നഷ്ടപ്പെട്ടാൽ രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ മണ്ഡലത്തിൽ, റാന്നി മണ്ഡലത്തിൽ വന്ന് അദ്ദേഹം സിംഗിളായി മത്സരിച്ചാൽ ഞങ്ങൾക്ക് സ്വാഗതമാണ്. സ്വതന്ത്രനായി അത് ഞങ്ങൾ പിന്തുണ കൊടുക്കും. അതാണ് ഞങ്ങളുടെ താല്പര്യവും ആഗ്രഹവും. അപ്പൊ സാറ് ഇതിൽ കാര്യങ്ങളിൽ സംസാരിക്കുന്നതിൽ വളരെ സന്തോഷം. ഞാൻ കാനഡയിൽ നിന്നും വിളിക്കുകയാണ്, ടൊറോണ്ടോയിൽ നിന്നും വിളിക്കുന്നു. എൻ്റെ പേര് സുനിൽ. നിങ്ങളുടെ ന്യൂസിൻ്റെ അതിൻ്റെ ആ ഒരു റീച്ച് കണ്ടിപ്പം അതിനകത്തുള്ള കാര്യവിവരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ഇന്ന് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ന്യൂസ് കേട്ടാൽ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓരോ വിഷയത്തിൽ മേലും നിങ്ങൾ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ, മറ്റുള്ളവരെന്ന് വെച്ചാൽ ഞങ്ങളെ പോലുള്ള പ്രേക്ഷകർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ നിങ്ങളത് അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങളത് സത്യസന്ധമായ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അതിൻ്റെ രേഖാമൂലമുള്ള ഒരു അവതരണമാണല്ലോ നിങ്ങൾ നടത്തുന്നത്. നല്ല ഒരു രീതിയിലുള്ള ഒരു ന്യൂസ് ചാനലാണ് നിങ്ങളുടേത്. നമുക്ക് അതിന് ആദ്യമായിട്ടൊരു ബിഗ് സല്യൂട്ട്. പിന്നെ സുനിലെ, ഇത് ഇപ്പോഴും ഈ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന ആള് രാജിവെക്കണ്ടെന്ന് ആര് പറഞ്ഞു? രാജിവെക്കണ്ട. അയാൾക്ക് പ്രതിപക്ഷത്ത് സ്ഥാനം ഇരിക്കാൻ, ആ സ്ഥാനത്തിരിക്കാൻ എന്ത് യോഗ്യതയുണ്ട്? കേരള നിയമസഭയിൽ മാപ്പ് പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവ് എന്തടിസ്ഥാനത്തിൽ അയാൾ ആ സ്ഥാനത്ത് തുടരുന്നത്? അയാൾ പാർട്ടിക്ക് നിന്ന് പുറത്താക്കേണ്ടത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരാണ് ചെയ്യേണ്ടത്. അവരെന്തുകൊണ്ടത് ചെയ്യുന്നില്ല? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ആരോപണം എന്ന് വെച്ചാൽ പുകമറയാണ്. അതിനകത്ത് ഒരു വാസ്തവവുമില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, അതിനുശേഷം പിന്നെ ഒരു ലേഡി IPS ഉദ്യോഗസ്ഥയെ വെച്ച് അന്വേഷിച്ചിട്ട്, എന്നിട്ട് ഗർഭം ഉണ്ടായത് എവിടെയാണ്, ഗർഭത്തിൽ പ്രസവിച്ചോ നിത്യഗർഭിണിയാണോ അതൊന്നും വ്യക്തമാക്കാൻ പറ്റാത്ത രീതിയിലായി. ആരോപണം ഉന്നയിച്ച ഒരു പെണ്ണ് എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇതൊക്കെ ഈ പൊതുജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ഈ കേരളത്തിൽ തന്നെയാണല്ലോ ഇതൊക്കെ ഇവരുടെയൊക്കെ ഓരോ ഷോകൾ കാണിക്കുന്നത്. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് ഭയങ്കരമായ വിഷമമാണ്. ഈ ഇത്രയും അധപ്പതിച്ചു പോയി. വിദ്യാസമ്പന്നരായ കേരളീയര് ഇത്രയും അധപ്പതിച്ച ഒരു നാടായി മാറിയെന്നുള്ളതാണ് ഇപ്പം നമ്മൾ നിങ്ങളുടെ ന്യൂസിനകത്തൂടെ ഒക്കെ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നാണവും മാനവും ഇല്ലാതെ കുറേ ആൾക്കാർ, രാഷ്ട്രീയക്കാർ, അതും പ്രത്യേകിച്ച് ഇതിനകത്ത് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ തന്നെ ഇടതുപക്ഷത്തെക്കുറിച്ച് അറിയാമല്ലോ. അവർ പിന്നെ സ്വർണത്തിൻ്റെ ആൾക്കാരാണ്. അവർ സ്വർണം എവിടെ കണ്ടാലും അടിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ ഒന്നുമല്ല,
ഇനിയിപ്പോൾ ആരുടെയാന്ന് പറഞ്ഞാലും അവർ അതിൻ്റെ ഒരു ആൾക്കാരെ അതിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരതങ്ങനെ ആയിപ്പോയി എന്നും പറഞ്ഞ് ഈ കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്ന ഈ VD സതീശൻ എന്ന ഈ കേക്കച്ചൻ അവന് ഫ്രോഡച്ചനാണ്. ഈ ഫ്രോഡച്ചനെ ഏത് രീതിയിലാണ് ഈ കോൺഗ്രസ്സുകാർ ഉൾക്കൊള്ളുന്നത്? ഇപ്പം തന്നെ ശബരിമലയിൽ ഈ പ്രശ്നം നടന്നു. എന്ത് പ്രതിപക്ഷമാണ്, പ്രതിഷേധമാണ് ഈ പ്രതിപക്ഷ നേതാവ് ഉണ്ടാക്കിയത്? കുറെ നേതാക്കന്മാരുടെ ഇടയ്ക്ക് വെള്ളയിട്ട് പിന്നെ എന്തോ ഫ്ലീറ്റൊക്കെ ഓടിയാതെ തേച്ച് മിനുക്കി കൊണ്ടുവന്നിരുന്ന മൈക്കിന്റെ മുമ്പിൽ നിന്ന് ന്യൂസിനകത്ത് എന്തെങ്കിലും പറയുന്നതാണോ? കാണോ എന്തെങ്കിലും ഒരു സമരത്തെ അയാൾ നേരിടുന്നോ? എന്തെങ്കിലും ഒരു സമരത്തിൽ ഇന്നിപ്പോൾ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇന്ന് ഇത് ഒരു പ്രശ്നമല്ലല്ലോ, ശബരിമല പ്രശ്നങ്ങൾ മാത്രമല്ലല്ലോ, എന്തൊക്കെ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ശബരിമല പ്രശ്നം. അത് വലിയ കുഞ്ഞും പ്രശ്നമാണോ? കോടാനുകോടി ഭക്തജനങ്ങളുടെ മുതലാണത്. അത് അവിടെ പോയി അടിച്ചു മാറ്റിയിട്ട് അത് കോടതിയാണ് നിരീക്ഷിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ ഒരു പാർട്ടികളോ അല്ല ഇത് വ്യക്തമാക്കിയിരിക്കുന്നു. കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ അയ്യപ്പന്റെ മുതൽ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു, അത് കണ്ടുപിടിക്കണമെന്ന്. കോടതി തന്നെ ഡയറക്ഷനിൽ കേസ് നടക്കുന്നു. അപ്പോഴ് അതിനെതിരെ, ഈ സർക്കാരിനെതിരെ, ഈ അനീതിക്കെതിരെ പ്രതിപക്ഷ നേതാവ് എവിടെയാണ് സമരം നയിച്ചത്? മൈക്രോയുടെ ആഹ്വാനം ചെയ്തിട്ട് പാവത്തങ്ങളെ കൊണ്ട് അടികൊളിപ്പിക്കുകയാണ് ഇവന്റെ ഈ വായി നോക്കിയിട്ട്. ഇവൻ എന്ത് അടിസ്ഥാനത്തിലാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടില്ലേ, അവനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ട് പോലും അവന്റെ ശരീരത്തിലോടുന്ന കോൺഗ്രസിന്റെ രക്തത്തിന്റെ സ്പീഡ് കണ്ടോ? അവൻ ഉടനെ ജയിലിലെത്തി, അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ്സുകാരെ കാണാനെത്തി. എന്നിട്ട് ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഈ വെള്ളയും ഇട്ട് മേക്കപ്പ് അടിച്ച് കിടക്കുന്ന, പൊട്ടിയിട്ട് കിടക്കുന്ന ഈ തൈക്കളവൻ വന്നോ? എന്തുകൊണ്ട് വന്നില്ല? പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കത്തിക്കയറാൻ പറ്റിയ ഒരു പ്രശ്നമാണിത്. എന്നിട്ട് ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് ആയിരിക്കുന്ന അയാൾക്ക് ഒന്നും പറയാനില്ല. എന്തുകൊണ്ട്? അപ്പൊ സുനിൽ മാത്യുവിന്റെ ചാനലിലൂടെ സുനിൽ മാത്യു വ്യക്തമാക്കിയത്, ഇയാള് അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് പിന്നെ രണ്ട് വള്ളത്തിലും കാല് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ. കോൺഗ്രസിനെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയാണ് VD സതീശൻ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ അയാൾക്ക് കോൺഗ്രസിനോട് വലിയ മമതയൊന്നുമില്ല. അയാൾക്ക് നേടേണ്ടതെല്ലാം, അയാൾക്കും അയാളുടെ ഒരു 3-4 തലമുറയ്ക്കും സുഖമായി കഴിയേണ്ട മുതലുകളെല്ലാം അയാൾ സമ്പാദിച്ചു കഴിഞ്ഞു. വർഷങ്ങളോളം അടിയും കൊണ്ട് പൊടിയും പിടിച്ച് പോസ്റ്റർ ഒട്ടിച്ച് പാർട്ടിക്ക് വേണ്ടി ചിന്താവാതെ വിളിച്ചവരൊക്കെ ഇപ്പോഴും ചൊറിയും കുത്തി നടക്കുന്നു. ഇന്നലെ വന്ന് വളഞ്ഞ വഴിയിലൂടെ കുത്തി കയറിയമാരെല്ലാം കോടികളുടെ മുതലും വിദേശ രാജ്യങ്ങളിലേക്ക് ബിസിനസ്സും ഒക്കെ നടത്തി അവൻ ആളാവുന്നു. എന്താണ് ബിസിനസ് നടത്തണ്ടെന്ന് പറയുന്നില്ല ആരും. ഓക്കെ, രാഷ്ട്രീയക്കാർക്ക് ബിസിനസ് നടത്തിക്കൂടാന്ന് ആരും പറയുന്നില്ല. ചെയ്യണം, ജീവിക്കുന്നതിന് വേണ്ടി അങ്ങനെയാണ് എന്നും പറഞ്ഞിട്ട് ആ രീതിയിലുള്ള ബിസിനസ് ആണോ ചെയ്യുന്നത്? പൊതുജനങ്ങളുടെ മുതൽ അടിച്ചു മാറ്റി വിദേശത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുക, അതിൽ നിന്ന് ലാഭം കണ്ടത് അവർക്ക് അവരുടെ ആൾക്കാർക്കും കൊടുക്കുക. ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം? ഇതാണോ കോൺഗ്രസ്? ഇതെന്തോന്ന്? ഇത് വെള്ളരിക്കപ്പെട്ടണമാണോ? ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. അത് സുനിലിന്റെ ഇതേയുള്ള പ്രയാണത്തിൽ ഞങ്ങളും അണിയേരുന്നു. ഇനിയും ഇത് പൂർവാധികം ശക്തിയോട് തന്നെ പ്രതികരണം ഉണ്ടാവണം. നമ്മുടെ കേരളത്തെ രക്ഷപ്പെടുത്തണം, കോൺഗ്രസിനെ രക്ഷപ്പെടുത്തണം. ഇതേപോലുള്ള പുഴുക്കുത്തുകളെ കോൺഗ്രസിൽ നിന്നും പറിച്ചെറിയുന്നതിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് മുന്നേറാം. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വന്നതോടെ നമുക്ക് ഭയങ്കര ഉഷാറായി. കേരളത്തിലെ എന്താ പറയുന്ന രാഹുലിനോ ഇഷ്ടപ്പെട്ടവർക്കെല്ലാം ഭയങ്കര ഒരു ഉന്മേഷമായി. കാരണം എന്താ പറഞ്ഞാല് ഇന്നിപ്പോ ഇവിടെ പത്തനംതിട്ട ജയിലിലെ മറ്റേ നമ്മുടെ അങ്ങനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സന്ദീപ് വാര്യർ. അതൊക്കെ വന്നോടില്ല അവിടത്തേക്ക് ആ ഒരു പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ജനങ്ങളെ എല്ലാത്തൊരു ഊർജ്ജസ്വലനാക്കി എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് രാഹുൽ തന്നെ തിരിച്ച് എന്താണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആക്കുകയും അതുകൂടാതെ തന്നെ ആ MLA സ്ഥാനം തിരിച്ച് ആ ഒരു സസ്പെൻഷനൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും എടുത്തു കഴിഞ്ഞില്ലേ. കോൺഗ്രസ് വളരെ മനോഹരമായിട്ട് ഇവിടെ ജയിച്ചു കയറുന്നത് യാതൊരു സംശയം വേണ്ട. രാഹുലിന്റെ ഒരു കുറവാണ് ഇത്ര ദിവസം കണ്ടത്. രാഹുൽ ഇപ്പൊ കണ്ട പുറത്തേക്ക് നമ്മുടെ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും കണ്ട മാറ്റങ്ങൾ കണ്ടില്ലേ.
ജനങ്ങൾക്കൊക്കെ എന്തൊരു സന്തോഷം. അതുപോലെ തന്നെ പാലക്കാട് ഒരു അമ്മ, എന്താ എനിക്ക് കണ്ടിട്ട് ഭയങ്കര ആകാംക്ഷയോടെയാണ് ഞാൻ ആ കണ്ട സീനൊക്കെ. ഇങ്ങനെ ഒരു അമ്മയുടെ സ്നേഹം കാണട്ടെ, വി.ഡി. സതീശനും എതിരാളികളൊക്കെ കാണട്ടെ. എന്തിനാ ഫുൾ സപ്പോർട്ട് സാറേ. താങ്ക് യു. കേക്കച്ചൻ പിന്നെ പൊങ്ങച്ചനായി, ഇനി വേറെ പേരൊക്കെ വരും. സാരമില്ല, അതൊക്കെ മതി. കുറച്ച് നാൾ പൊങ്ങച്ചനായിട്ട് ഓടട്ടെ. പുള്ളിക്ക് അതൊരു വെയിറ്റ് ആയിക്കോളും. അതിൽ ഇച്ചിരി തീരെ തറപ്പേരുമല്ല പൊങ്ങച്ചൻ എന്നുള്ളത്. പുള്ളിക്ക് അവരുടെ സ്വഭാവത്തെ എടുത്ത് കാണിക്കുന്ന ഒരു അനുയോജ്യമായ ഒരു പേരായിട്ട് കുറച്ച് നാൾ അങ്ങനെ ഓടട്ടെ. ഇപ്പം എന്ത് ചെയ്യാനായി, ഈ കേരളത്തിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകർ ഇല്ലാത്തതിൻ്റെ പ്രയാസമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഈ ഇങ്ങനെ ഒരു ആള് എന്താ പറയുന്നത്, ആളെ മുമ്പിൽ, മനുഷ്യനെ മുമ്പിൽ ഇങ്ങനെ എന്താ ഇതിനൊക്കെ ഒരു വാക്ക് അത്ഭുതം. ഈ പറഞ്ഞ ചിന്തിച്ച രീതി തന്നെ പലപ്പോഴും വർഷങ്ങളായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇദ്ദേഹം എന്താണ് നിയമസഭയിൽ കാണിക്കുന്നതെന്ന്. എന്തൊക്കെയാണോ എന്തോ പറഞ്ഞ് ചുമ്മാ എന്തോ പറഞ്ഞിട്ട് പറഞ്ഞു പോകുന്ന പോലെ ഒക്കെയുള്ള കളികളൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്. എന്ത് ചെയ്യാൻ. ഇത് പണ്ടത്തെ കാലത്തെ ഈ മണ്ണിനോട് സ്നേഹമുള്ള, കേരളത്തോട് സ്നേഹമുള്ള, അല്ലെങ്കിൽ ജനങ്ങളോട് സ്നേഹമുള്ള ഒരുപിടി നേതാക്കന്മാർ, കരുണാകരൻ, നമ്മുടെ കെ ആന്റണി, പിന്നെ വയലാർ രവി, അത് പിന്നീട് ഉമ്മൻചാണ്ടി, ബഹുമാനിതനായ ഉമ്മൻചാണ്ടി, പിന്നെ സുധാകരൻ, ഇങ്ങനെ ഒരു പിടി ആൾക്കാരില്ലേ, കുറച്ച് നന്മയുള്ളവരുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് തയ്യാറാക്കണേ. ഇതുപോലെ ആയി വരണം. ഇനിയിപ്പോൾ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, ആരാണ് നല്ലതായിട്ട് തോന്നുന്നത്? ഈ കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് നിന്ന് 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും ഒന്നും നേടാനാവാതെ വന്നപ്പോഴാണല്ലോ രമേശ് ചെന്നിത്തല കളം വിട്ടു മാറി നിൽക്കുന്നത്. അദ്ദേഹത്തെ കൊണ്ട് അത് സാധിക്കാഞ്ഞതുകൊണ്ട് പുള്ളിയുടെ കപ്പാസിറ്റിയും തീർന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി വരെ ആയി. പുള്ളി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചിന്തിച്ചു വന്ന, പക്ഷെ പുള്ളിയുടെ പ്രവർത്തന രീതികൾ വെറുതെ വീട്ടിലിരുന്ന് ഉറങ്ങി AC റൂമിൽ കിടന്നുറങ്ങിയും ഇങ്ങനെ പുറത്തോട്ട് കതറിട്ട് അള്ളക്ക് തേച്ച് പൗഡർ വിട്ട് പുറത്തൊക്കെ ഇറങ്ങിയാലൊന്നും പ്രയോജനം ആകത്തില്ല. ജനത്തിന് ഇതൊന്നുമല്ല വേണ്ട. മണ്ണിനോട് ഭൂമിയോടും ജനങ്ങളോടും സ്നേഹമുള്ള, കൂറുള്ള ഒരു നേതാവാകാൻ, അത് ഈ സുനിൽ സാറേ, ഈ യുവജനങ്ങളായിട്ട് ഇപ്പോൾ കയറി വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനും നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനും ചാണ്ടി ഉമ്മനും കൂടി ടൈപ്പ് ചെയ്ത് വല്ലതും മെച്ചപ്പെട്ടു പോകുമോ? അവർക്ക് വേണ്ടത്ര അവരുടെ ശക്തിയും കളയാൻ, ഈ ചാണ്ടി ഉമ്മൻ്റെ ശക്തി കളയാനുള്ള പണികൾ വേറെ ആൾക്കാർ നോക്കുമായിരിക്കും. എങ്ങനെയെങ്കിലും അവരെ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ സുനിൽ സാറ്. ഈ ചെറുപ്പക്കാർക്ക് ശക്തി പകർന്നു കൊടുക്കുക, പേഴ്സണലായിട്ടാണേലും. പിന്നെ വേറെ ആരാ ഉള്ളത്? ജനത്തിന് പ്രതീക്ഷിക്കാവുന്നവരാരെങ്കിലും ഉണ്ടോ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേരളത്തിൽ കോൺഗ്രസിൻ്റെ സപ്പോർട്ടോടുകൂടി UDF ആരാ ഉള്ളത്? തെരഞ്ഞെടുപ്പാണെങ്കിൽ വരാറായി, വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയാം. ഓക്കെ, ഏതായാലും സന്തോഷം. മാത്യു കുഴൽനാടൻ്റെ അദ്ദേഹം അതാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവെന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അത്ര ഓർത്തില്ലെന്നേ ഉള്ളൂ. അദ്ദേഹമാണ് ശരിക്കും പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ശബ്ദം നിയമസഭയിൽ. ശരിയാ, സമ്മതിച്ചു. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് പെർഫോം ചെയ്ത് കയറാനുള്ള അവസരം കിട്ടിയാൽ മതിയായിരുന്നു. എന്താണെന്നറിയില്ല. ഈ പറഞ്ഞ പോലെ ഈ പൊങ്ങച്ചന്മാരെ പോലെ പൊങ്ങച്ചെന്ന് അടിച്ച് നടക്കുന്നവർക്കല്ലേ ഞങ്ങളുടെ ഇടയിൽ ഒരു ഇത് കിട്ടുള്ളൂ, ഒരു ഹുമ്മ. അങ്ങനത്തെ ഹുമ്മ ഇല്ലെന്നേ ഉള്ളൂ. എന്താ ചെയ്യാൻ?
ഇപ്പം സത്യത്തിൻ്റെയും അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും നീതിയുടെയും അനീതിയുടെയും ഒക്കെ ഇടയിൽ കിടന്ന് ജനം വലയുന്നു. സാധാ മനുഷ്യർ, നല്ലവരായ സാധാരണ ജനങ്ങൾ കിടന്ന് വലയുന്നു. അത്ര തന്നെ. എന്താ ചെയ്യുക? i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.